Hi friends, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LD ടൈപ്പിസ്റ്റ് SR for SC/ST വേരിയസ് എറണാകുളം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, കൊല്ലം ഈ ജില്ലകളിലേക്ക് 6/2/2014 നടന്ന എക്സാമിൻ്റെ ഒരു ഫൈനൽ സോൾവ് പേപ്പറാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 15/2014 ആയിരുന്നു. ഇതിലെ ജനറൽ നോളജ് ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നോക്കി. അതിന് ബാക്കിയിട്ട് വരുന്ന ടെക്നിക്കൽ ഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. Last question, how many view buttons are there in the MS Word 2003 window? 4. MS Office 2013 വിൻഡോയിൽ വ്യൂ ബട്ടൺസ് 4 എണ്ണമുണ്ട്. How can we select a paragraph in a Word document? Triple click anywhere in the paragraph. ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പിൾ ക്ലിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം പാരഗ്രാഫിൽ. ആ പാരഗ്രാഫ് മൊത്തം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആൾ ഓപ്ഷൻ ക്യാൻ ബി അവൈലബിൾ ഫ്രം ഡാഷ് മെനു. എഡിറ്റ്. ക്ലിയർ ആൾ എന്ന ഓപ്ഷൻ എഡിറ്റ് എന്ന മെനുവിലാണ് കാണപ്പെടുന്നത്. ഡിഫോൾട്ട് ഫോണ്ട് സൈസ് ഇൻ MS Word 2003. 12. MS Word 2013 ഡിഫാൾട്ട് ആയിട്ട് കിടക്കുന്ന ഫോണ്ട് സൈസ് 12 ആയിരിക്കും. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിലുണ്ടാകുന്നത് 12 ആയിരിക്കും. ഷോർട്ട് കട്ട് കീസ് Ctrl+D ഈസ് യൂസ്ഡ് ഫോർ ഫോണ്ട് ഓപ്ഷൻസ്. ഷോർട്ട് കട്ട് കീയെ Ctrl+D അമർത്തി കഴിഞ്ഞാൽ ഫോണ്ട് ഓപ്ഷനാണ് നമുക്ക് കാണാൻ കഴിയുക. Character spacing option can be taken by using the following correct steps. Format, font, character spacing. Character spacing എടുക്കാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണിത്. ആദ്യം ഫോർമാറ്റിൽ പോവുക, അതിൽ നിന്ന് ഫോണ്ട് സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് ക്യാരക്ടർ സ്പേസിംഗ് സെലക്ട് ചെയ്യുക. There are dash methods to exit from Word window. 3. There are 3 methods to exit from Word window. ഒരു വേർഡ് വിൻഡോയിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി 3 മാർഗങ്ങളുണ്ട്. How many function keys in a computer keyboard? 12. 12 ഫങ്ഷൻ കീസ് ഒരു കമ്പ്യൂട്ടർ കീബോർഡിലുണ്ട്. Which is the correct tab stop is used to insert a vertical line in your document? Bar. Bar is the correct tab stop is used to insert a vertical line in your document. നമ്മുടെ ഡോക്യുമെൻറ്റിൽ വെർട്ടിക്കൽ ലൈൻ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബാർ ടാബ്. ഡിഫോൾട്ട് നമ്പർ ഓഫ് കോളംസ് വെൻ വി ഇൻസേർട്ട് എ ടേബിൾ. 5. നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന കോളംസിൻ്റെ എണ്ണം 5 ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കീ combination is correct to print a document? Ctrl+P. നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ടുള്ള കീ കോമ്പിനേഷൻ Ctrl+P ആണ്. Ctrl+P അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡോക്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്യാൻ കഴിയും. Which is the correct alignment option is used to arrange equal edges of text at left and right side of the paragraph? Justified. Justified is the correct alignment option is used to arrange equal edges of text at left and right side of the paragraph. ഒരു പാരഗ്രാഫിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലൈൻമെൻറ്റ് ഓപ്ഷനാണ് ജസ്റ്റിഫൈഡ്. ഇൻസേർട്ട് ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് ബൈ യൂസിങ് വേർഡ് ആർട്ട്. ആലങ്കാരികമായ ടെക്സ്റ്റുകൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വേർഡ് ആർട്ട്. പവർ പോയിന്റിൽ ഉപയോഗിക്കുന്നതാണ് വേർഡ് ആർട്ട്. നമ്പർ ഓഫ് പേജസ് ക്യാൻ ബി ഇൻസേർട്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡാഷ് ഓപ്ഷൻസ്. പേജ് നമ്പർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ് ഹെൽപ്സ് ടു ഇൻസേർട്ട് സിമ്പിൾസ് ലൈക്ക് @ copyright etc.
ഇൻസേർട്ട് സിമ്പിൾസ്. ഇൻസേർട്ട് എന്ന മെനുവിൽ പോയിട്ട് സിമ്പിൾസ് സെലക്ട് ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സിമ്പിൾസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഒരു ഡോക്യുമെൻറ്റിലേക്ക്. @കോപ്പിറൈറ്റിൻ്റെ സിമ്പിളൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് പ്ലസ് സിമ്പിൾ, ഇൻസേർട്ടിൽ പോയിട്ട് സിമ്പിൾസ് എന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. വൺ എക്സാമ്പിൾ ഓഫ് പ്രൈമറി മെമ്മറി. റാം, റാൻഡം ആക്സസ് മെമ്മറി എന്നത് പ്രൈമറി മെമ്മറിക്ക് ഒരു ഉദാഹരണമാണ്. വിച്ച് ഓപ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ടു കറക്റ്റ് ദ റോങ്ലി ടൈപ്ഡ് വേർഡ് ഇൻ എ ഡോക്യുമെൻറ്റ്? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ തെറ്റായിട്ട് ടൈപ്പ് ചെയ്തൊരു വേർഡ്സിനെ കറക്റ്റ് ആക്കാൻ സാധിക്കും. പിക്ക് ഔട്ട് ദ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഫ്രം ദി ഫോളോയിങ്. റൈറ്റർ, OpenOffice.org. ഈ തന്നിരിക്കുന്നതിൽ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ളത് റൈറ്ററാണ്. OpenOffice.org എന്നതിൻ്റെ ഭാഗമാണ്. ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് MS Word 2003. .doc ആണ് MS Wordൻ്റെ വേർഡ് ഫയൽ എക്സ്റ്റൻഷൻ. മെയിൽ മെർജ് ഓപ്ഷൻ ക്യാൻ ബി ടേക്കൺ ഫ്രം ഡാഷ് മെനു. ടൂൾസ്. മെയിൽ മെർജ് എന്നൊരു ഓപ്ഷൻ നമ്മൾ എടുക്കുന്നത് ടൂൾസ് എന്ന മെനുവിൽ നിന്നാണ്. വാട്ട് ഈസ് ദ ഡിഫാൾട്ട് ടോപ്പ് മാർജിൻ ഓഫ് എ വേർഡ് 2003 ഡോക്യുമെൻറ്റ്? 1 inch. ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് 2003 ഡോക്യുമെൻറ്റിൽ ടോപ്പ് മാർജിൻ്റെ സൈസ് 1 inch ആണ്. ഡിഫാൾട്ടായിട്ട് വരുന്നത് 1 inch ആയിരിക്കും. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വാട്ട് വിൽ ഹാപ്പൻ വെൻ വി പ്രസ് Ctrl+Backspace? ഡിലീറ്റ് വൺ വേർഡ് ടു ലെഫ്റ്റ് ഓഫ് കൾസർ. കൾസറിന് ഇടതുവശത്തുള്ള ഒരു വേർഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി Ctrl+Backspace അടിച്ചാൽ മതി. ബാക്ക്സ്പേസ് അടിച്ചാൽ നടക്കുന്നത് തന്നെയാണ് Ctrl+Backspace അടിച്ചാൽ നടക്കുന്നത്. സ്റ്റാർട്ട് മെനു ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ് ബാർ. ടാസ്ക് ബാർ. ടാസ്ക് ബാറിലാണ് സ്റ്റാർട്ട് മെനു സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും താഴെയാണ് ടാസ്ക് ബാർ, അതിലാണ് സ്റ്റാർട്ട് മെനു ഉണ്ടാവുക. വിച്ച് കീസ് ആർ യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ് ഓഫ് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം? നേവിഗേഷൻ കീസ്. മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നേവിഗേഷൻ കീസാണ്. ആരോ കീസ്. വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ ദ കേസ് ഓഫ് ബ്രൗസ് ബട്ടൺസ് ഇൻ വേർഡ് 2003. ബ്രൗസ് ബൈ ഇൻ്റർനെറ്റ്. ബ്രൗസ് ബൈ ഇൻ്റർനെറ്റ് എന്നത് MS Word 2003 ബ്രൗസ് ബട്ടണിലെ ഒരു ഓപ്ഷനല്ല. ടൂഗിൾ കേസ് ക്യാൻ ബി ടേക്കൺ ഫ്രം ഡാഷ് ഡയലോഗ് ബോക്സ്. ചേഞ്ച് കേസ്. ടൂഗിൾ കേസ് എന്നെടുക്കുന്നത് ചേഞ്ച് കേസ് എന്ന ഡയലോഗ് ബോക്സിൽ നിന്നാണ്. ഹൗ മെനി മാർജിൻ ഓപ്ഷൻസ് ആർ അവൈലബിൾ ഇൻ ദി പേജ് മാർജിൻ ഓഫ് വേർഡ് 2003? 6. വേർഡ് 2003 മാർജിൻ ഓപ്ഷനിൽ പേജ് മാർജിനിൽ 6 തരത്തിലുള്ള മാർജിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പ്രിൻ്റ് ഔട്ട് ദ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മലയാളം DTP വർക്ക്. iLeap. iLeap എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് മലയാളം DTP വർക്കുകൾ ചെയ്യുന്നത്. വി ക്യാൻ ചേഞ്ച് ദ ടെക്സ്റ്റ് ഇൻ ദി ഫോളോയിങ് മാനർ ബൈ യൂസിങ് ഡാഷ് കമാൻഡ്. ടെസ്റ്റ് ഡയറക്ഷൻ. ഈ കാണിച്ചിരിക്കുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ഡയറക്ഷൻ എന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത്. വൺ ഓഫ് ദ ഫോളോയിങ് ഫോൺ സ്റ്റൈൽ ഈസ് അവൈലബിൾ ഇൻ ഫോൺ ഡയലോഗ് ബോക്സ് ഓഫ് വേർഡ് 2003. റെഗുലർ. വേർഡ് 2003 ഫോൺ ഡയലോഗ് ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോൺ സ്റ്റൈലാണ് റെഗുലർ. ഹൗ മെനി ടൈപ്സ് ഓഫ് കീബോർഡ്സ് ആർ ഇൻ ടൈപ്പ് റൈറ്റർ? 3. 3 തരത്തിലുള്ള കീബോർഡുകൾ ടൈപ്പ് റൈറ്ററിൽ കാണാവുന്നതാണ്. വാട്ട് ഈസ് ദ സൈസ് ഓഫ് ഡ്രാഫ്റ്റ് ടൈപ്പ് കാരേജ് ഓഫ് ടൈപ്പ് റൈറ്റർ? 100. ടൈപ്പ് റൈറ്ററിലെ ഡ്രാഫ്റ്റ് ടൈപ്പ് കാരേജിൻ്റെ സൈസ് 100 ആണ്. വാട്ട് ആർ ദ ഗൈഡ് കീസ് ഇൻ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റർ? A സെമിക്കോളൻ. A സെമിക്കോളനാണ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്ററിലെ ഗൈഡ് കീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്.
One of the following is not a method for bringing carriage into left side. Press backspacer. കാരേജിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മെത്തേഡല്ല ബാക്ക് സ്പേസർ പ്രസ് ചെയ്യുന്നത്. കാരേജ് ഇസ് കണക്റ്റഡ് വിത്ത് ദ മെയിൻ സ്പ്രിംഗ് ബൈ യൂസിങ് ഡ്രോ ബാൻഡ്. ഡ്രോ ബാൻഡ് ഉപയോഗിച്ചിട്ടാണ് കാരേജിനെ മെയിൻ സ്പ്രിങ്ങുമായി കണക്ട് ചെയ്യുന്നത്. സിലിണ്ടർ ഈസ് മെയ്ഡ് വിത്ത് ദ റബ്ബർ ഇൻസ്റ്റെഡ് ഓഫ് മെറ്റൽ. വൺ ഓഫ് ദി ഫോളോയിങ് റീസൺ ഈസ് നോട്ട് suitable with it, considering the cost of metal. സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നത് റബ്ബറും മെറ്റൽ ഉപയോഗിച്ചിട്ടാണ്. What will happen to the carriage when we type one letter? Move half space to the left side. If there is one dog in a typewriter, how many escapement wheel is required to operate the typewriter? 2. If there is one dog in typewriter, 2 escapement wheels is required to operate the typewriter. One of the following is not included in the Rosher mechanism. Mainspring. Rosher mechanism mainspring എന്നൊരു ഓപ്ഷൻ ഇൻക്ലൂഡ് അല്ല. What will happen to the carriage if we use 2 loose dogs in a typewriter? No step by step movement. ഒരു ടൈപ്പ് റൈറ്ററിൽ നമ്മൾ 2 ലൂസ് ഡോഗ്സ് യൂസ് ചെയ്യുമ്പോൾ കാരേജിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് നടക്കില്ല. ഹൗ മെനി ടെൻഷൻസ് ആർ ഇൻ എ ടൈപ്പ് റൈറ്റർ? 3. ഒരു ടൈപ്പ് റൈറ്ററിൽ 3 ടെൻഷൻസ് ആണ് ഉള്ളത്. വാട്ട് ഈസ് ട്രൂ ഇൻ ദി കേസ് ഓഫ് സെഗ്മെൻറ്റ് ഷിഫ്റ്റ് സിസ്റ്റം ഫ്രം ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്? Impress the upper character while pressing shift key. Complementary clause lovingly is used in dash letters. Personal letters. Personal ആയിട്ടുള്ള ലെറ്റേഴ്സിലാണ് yours lovingly എന്ന കോംപ്ലിമെൻ്ററി ക്ലോസ് ഉപയോഗിക്കുന്നത്. We can write 600 by using Roman letters in one of the following ways. DC. 600 എന്നത് റോമൻ ലെറ്ററിൽ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നത് DC എന്ന 2 അക്ഷരമാണ്. ഹൗ മെനി സ്പേസ് ഷുഡ് ബി ലെഫ്റ്റ് ആഫ്റ്റർ ക്വസ്റ്റ്യൻ മാർക്ക്? 2. ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട സ്പേസ് 2 എണ്ണമാണ്. അബ്രിവേഷൻ ഓഫ് ദി ഡെസിഗ്നേഷൻ ഓഫ് വൺ ഒഫീഷ്യൽ ഈസ് DTE. ഗീവ് ഇറ്റ്സ് കറക്റ്റ് എക്സ്പാൻഷൻ. ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. DTE എന്നതിൻ്റെ ഫുൾ ഫോം ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ്. മാർജിൻ നോട്ട്സ് ക്യാൻ ബി ടൈപ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാർജിൻ റിലീസ് ലിവർ. മാർജിൻ റിലീസ് ലിവറിൻ്റെ സഹായത്തോടുകൂടിയാണ് മാർജിനൽ നോട്ട്സ് ടൈപ്പ് ചെയ്യുന്നത്. സിലിണ്ടറിക്കൽ ഡ്രം ഈസ് ദ പാർട്ട് ഓഫ് എ ഡ്യൂപ്ലിക്കേറ്റർ. സിലിണ്ടറിക്കൽ ഡ്രം എന്നത് ഡ്യൂപ്ലിക്കേറ്ററിൻ്റെ ഒരു പാർട്ടാണ്. ഹൗ മച്ച് റൈറ്റ് സൈഡ് മാർജിൻ വിൽ ലീവ് ഫോർ ആൻ ഒഫീഷ്യൽ ലെറ്റർ? 5. Where will we type on IGS on a cover? Top of the cover. On IGS എന്നത് നമ്മൾ ഒരു കവറിൽ ടൈപ്പ് ചെയ്യുന്നത് ഏറ്റവും മുകളിലാണ്, ടോപ്പ് ഓഫ് ദി കവറിലാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.